ഹലോ, ഇന്നൊരു അച്ചാർ കഥയാണ് കേട്ടോ. ഇതുവരെ ഉണ്ടാക്കാത്തൊരു ഐറ്റമാണ് ഞാൻ. ഇതുവരെ ട്രൈ ചെയ്തിട്ട് നോക്കിയിട്ടില്ല. വീട്ടിലേക്കാണെന്നുണ്ടെങ്കിൽ അമ്മയായാലും അമ്മമ്മയായാലും ഒക്കെ അച്ചാർ ഉണ്ടാക്കുന്ന ടീംസാണ്. അപ്പോൾ ഇക്ക് ഉണ്ടാക്കേണ്ട അവസ്ഥയൊന്നും വന്നിട്ടില്ല കേട്ടോ. ഇന്ന് തന്നെ അപ്പോൾ എന്തായാലും അച്ചാർ ഉണ്ടാക്കാമെന്ന് വെച്ചു. കാരണം മാങ്ങ കൊടുന്ന് വെച്ചിട്ട് കുറേ ദിവസമായി. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് അറിയാത്ത മടിക്കാണ് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നന്നായി അത് ക്ലീൻ ചെയ്തിട്ട് കഴുകി നന്നായി വൃത്തിയാക്കിയിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ മാങ്ങയൊക്കെ നല്ല കുനുകുനാ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് തലേദിവസത്തെയാണ്. കാരണം ഞാൻ ഈ മാങ്ങയിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് തലേദിവസം തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പിറ്റേ ദിവസമാണ് അച്ചാർ ഉണ്ടാക്കണത്. വീട്ടിലൊക്കെ അങ്ങനെ ഉണ്ടാക്കണതാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വീട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അച്ചാർ ഉണ്ടാക്കുന്ന നേരത്തെ ഇതിൻ്റെ പകുതിയെ കാണാറുള്ളൂ കേട്ടോ. കാരണം ഇതിൽ നല്ല ഉപ്പൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കിയപ്പോഴും ഞാൻ കുറച്ചൊക്കെ എടുത്ത് കഴിച്ച് നോക്കിയിട്ടാണ്. പിന്നെ അച്ചാറിന് വേണ്ട വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില ഞാനൊക്കെ സെറ്റാക്കി വെച്ചു കേട്ടോ. അപ്പോൾ ഇത് എത്രത്തോളം വേണമെന്നൊന്നും അറിയില്ല. ഏകദേശം ഒരു പാക്കത്തിനൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ പാൻ വെച്ചിട്ട് അച്ചാർ പൊടി ഇന്നലെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പൊട്ടിച്ച് വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഇങ്ങനെ പൊട്ടിച്ച് വെച്ചു. ഇനി വഴറ്റാൻ നേരത്തെ പെട്ടെന്ന് ഇടാലോ. കടുക്, അതുപോലെ തന്നെ മുളക് പൊടിയൊന്നും വേറെ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടെന്നാണ് അതിന് എഴുതിയിട്ടുള്ളത്. എന്നാലും ഞാൻ വെറുതെ കാശ്മീരി ചില്ലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ പാനിക്ക് നമ്മുടെ സലാലത്തെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. അങ്ങനെ അത് ഒഴിച്ചു. എന്നിട്ട് ഇതേ കടുക് ഇത്ര വലിയ കയ്യിലൊന്നും എടുക്കാറില്ല കേട്ടോ. ഇത് അച്ചാറിന് വേണ്ടിയിട്ട് വലിയ കയ്യിലെടുത്തതാണ്. എന്നിട്ട് കുറച്ച് കടുക് ഇട്ടു. പിന്നെ സാധനങ്ങളൊക്കെ തൊട്ടടുത്ത് തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. തൊട്ടടുത്ത് കൊണ്ടുവച്ചുകൊണ്ട് കാര്യമില്ല. വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് കരിഞ്ഞ പോലെയായി. വേഗം തന്നെ ഞാൻ ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയും ഒക്കെ ഇട്ടു കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ പിന്നെ അതിലേക്ക് ഇതേ ഒരു കയ്യിലെ അച്ചാർ പൊടി എടുത്തു. പിന്നെ എൻ്റെ ഒരു സമാധാനത്തിന് കാശ്മീരി ചില്ലിയും അതുപോലെ തന്നെ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു കേട്ടോ. അതിന് ശേഷം അത് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അതിലേക്ക് സെറ്റാക്കി വെച്ച മാങ്ങയില്ലേ, ഇന്നലെ ആക്കി വെച്ച മാങ്ങ ആ വെള്ളത്തോട്, അത് ഉപ്പ് വെള്ളമാണ്, ആ വെള്ളം കൂടി അതിൽ ഒഴിച്ചു കേട്ടോ. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അപ്പോൾ അതിലേക്ക് വിനെഗറി ഒഴിച്ച് കൊടുത്തപ്പോൾ അച്ചാർ ഓൾമോസ്റ്റ് എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് കരിഞ്ഞ ഒരു പ്രശ്നമുള്ളൂ കേട്ടോ. അങ്ങനത്തെ പാത്രമൊക്കെ സെറ്റാക്കി വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് ഇടട്ടെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ചാച്ച ബൈ.